ഏട്ടൻ്റെ മോൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ തന്നെ അപ്പപ്പണിയെല്ലാം തുടങ്ങിയേനെ. കാരയപ്പും കേക്കുമാണ് ചുട്ടിട്ടുണ്ടായത്. ഇന്നത്തെ വീഡിയോ കാരയപ്പത്തിൻ്റെതാണ് കേട്ടാ. കേക്ക് ചുടുന്ന വീഡിയോ പിന്നൊരു ദിവസം ഇടാം. അപ്പോൾ രാവിലെ തന്നെ പച്ചരി കഴുകി കുതിർത്ത് പൊടിക്കാനായി മില്ലിൽ കൊണ്ടുപോയി. പിന്നെ 4 കിലോ പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിന്. 2 കിലോ മൈദയും 6 കിലോ വെല്ലം ഉണ്ടായിരുന്നു. വെല്ലം പാവാക്കി വെച്ചു. പിന്നെ മില്ലിൽ കൊണ്ടുപോയി അരി പൊടിച്ചു കൊണ്ടുവന്നതിന് ശേഷം മൈദയും അരിപ്പൊടിയും കൂടി മിക്സാക്കി. പിന്നെ പാവാക്കിയ വെല്ലം അരിച്ചൊഴിച്ചു അതിലേക്ക്. അങ്ങനെ കൂട്ട് തയ്യാറാക്കി. അതിലേക്ക് എള്ളും ജീരകവും വറുത്ത് ചേർത്തു. ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്തു. പിന്നെ ഏലക്കായ പൊടിച്ചതും ചേർത്തു. അതിനുശേഷം തേങ്ങാക്കൊത്ത് നെയ്യിൽ നന്നായി ചൂടാക്കി അതും ചേർത്തു. നെയ്യിൽ ചൂടാക്കി ചേർക്കുമ്പോൾ നല്ലൊരു നെയ്യിലെ മണം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൂട്ട് റെഡിയാക്കി വെച്ചു. ഈ അപ്പം ചുടൽ അറിയുന്നത് നല്ലൊരു രസമുള്ള പരിപാടിയാണ്. ബന്ധുക്കളും അയൽവക്കത്തുള്ളവരും എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് തമാശയും നല്ല കഥകളും പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ അപ്പം ചുടുന്നത് സമയം പോകുന്നത് അറിയേ ചെയ്യില്ല. എവിടെയെങ്കിലും അപ്പാക്കുന്നവരോട് പറഞ്ഞിട്ട് അപ്പം വാങ്ങിയാൽ പോരെ എന്നെല്ലാം ചോദിക്കും. പക്ഷേ അതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴാണ്. അങ്ങനെ എപ്പോഴെങ്കിലല്ലേ ഇങ്ങനെയുള്ള ഒരവസരമെല്ലാം ഉണ്ടാവുക. പിന്നെ അപ്പം ചുടാൻ ആരംഭിച്ചു. കല്ലെല്ലാം പറക്കിക്കൊണ്ട് അടുപ്പ് കൂട്ടി കാര വെച്ചു. 2 കാരയും ഒരു ഉരുളിയാണ് വെച്ചിട്ടുണ്ടായിന്, നടുക്കൊരു ഉരുളി. അപ്പോൾ പാടപ്പം ചുടാനുണ്ടാകുമ്പം നമ്മ ഇങ്ങനെയാ ചെയ്യൽ. 2 കാര വെച്ചിട്ട് നടുക്കൊരു ഉരുളി വെക്കും. അപ്പോൾ കാരയിൽ കൂട്ടൊഴിച്ചിട്ട് ആകുമ്പം അപ്പത്തിൻ്റെ ഇങ്ങനെ ഷേപ്പാകുമ്പം കാരിയിൽ നിന്ന് കോരി ഉരുളിയിലേക്കിടും. പിന്നെ ഉരുളിയിൽ നിന്നാണ് അപ്പം വെന്ത് കോരിയെടുക്കൽ. ആയത് നോക്കി ഉരുളിയിൽ നിന്ന് കോരിയെടുക്കും. അങ്ങനെ ആകുമ്പോൾ വേഗം അപ്പം ചുട്ടിട്ടാവും. കുറച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല കേട്ടാ. അപ്പോൾ കാരിയിൽ നിന്ന് തന്നെ ചുട്ടെടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.